ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ടെക്നിക്കൽ എസ് സിയെ പറ്റിയാണ്. കഴിഞ്ഞ വീഡിയോസിൽ നമ്മൾ ഓൺ പേജ് എസ് സി എന്താണ്, അതേപോലെ ഓഫ് പേജ് എസ് സി എന്താണ്, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള ഓൺ എസ് സിയുടെ രണ്ട് സെക്ഷൻസ് നമ്മൾ പറഞ്ഞു. നമുക്കറിയാം, ഇപ്പം എസ് സിയിൽ നമുക്ക് ഓൺ പേജ് എസ് സി ഉണ്ട്, അതേപോലെ ഓഫ് പേജ് എസ് സി ഉണ്ട്, ടെക്നിക്കൽ എസ് സി ഉണ്ട്, ലോക്കൽ എസ് സി ഉണ്ട്. അങ്ങനെ മെയിനായിട്ട് നമുക്ക് 4 സെക്ഷൻ ഉണ്ട്. അതല്ലാതെ ഇൻ്റർനാഷണൽ എസ് സിയോ അങ്ങനെ വേറെയും വരുന്നുണ്ട്. എങ്കിലും എപ്പോഴും നമ്മൾ മെയിനായിട്ടും നമ്മുടെ എസ് സിയുടെ ബേസിക്കായിട്ട് നമ്മൾ പറയുന്ന 4 എസ് സിഒ സൈഡ് അല്ലെങ്കിൽ 4 സെക്ഷൻസാണ് ഈ പറയുന്ന നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന 4. അതിൽ ഓൺ പേജ് എസ് സിയും ഓഫ് പേജ് എസ് സിയും നമ്മൾ മുന്നത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ ദയവായിട്ട് ആ വീഡിയോ ഒന്ന് കാണുക. കാരണം അതിൻ്റെ ഒരു കണ്ടിന്യൂവേഷൻ ആയിട്ടായിരിക്കും നമ്മൾ അടുത്തുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ടെക്നിക്കൽ എസ് സിഒ എന്താണെന്നാണ് നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ എന്താണ് ടെക്നിക്കൽ എസ് സിഒ എന്ന് നോക്കിക്കഴിഞ്ഞാൽ, technical SEO refers to the optimization of a website's infrastructure to help search engines crawl and index it more effectively. അതായത് ഇപ്പം ഞാനിപ്പോൾ ഒരു സിമ്പിളായിട്ട് ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ബേസ്മെൻറ്റ്, അതിൻ്റെ തറയാണല്ലോ ഒരു വീടിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ നമ്മളൊരു വെബ്സൈറ്റ് നമ്മളതൊരു SEO സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും ബേസ് ആയിട്ടുള്ള ആ ഒരു പോർഷനാണ് അല്ലെങ്കിൽ ആ ഒരു പാർട്ടാണ് അതിന് ടെക്നിക്കൽ SEO എന്ന് പറയുന്നത്. കാരണം നമ്മൾ ഓൺ പേജ് SEO ചെയ്തോട്ടെ, ഓഫ് പേജ് SEO ചെയ്തോട്ടെ, ഇതൊക്കെ ചെയ്തിരുന്നാലും അതിന് ടെക്നിക്കൽ സൈഡ് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ്ഡ് അല്ലെങ്കിൽ ടെക്നിക്കൽ സൈഡ് ക്ലിയർ അല്ലെങ്കിൽ ഒരു ക്രോളറിന്, അതിപ്പോൾ ഗൂഗിൾ ബോട്ട് ആയിക്കോട്ടെ അല്ലെങ്കിൽ ബിങ് ആയിക്കോട്ടെ, ഏതായിക്കോട്ടെ, ആ ഒരു ക്രോളറിന് നമ്മുടെ വെബ്സൈറ്റിലേക്ക് വന്ന് വെബ്സൈറ്റ് ക്രോൾ ചെയ്യാനും അത് പ്രോപ്പറായി ഇൻഡെക്സ് ചെയ്യാനും പറ്റത്തില്ല, ഈ ഒരു ടെക്നിക്കൽ സൈഡ് പ്രോപ്പർ അല്ലെങ്കിൽ. അപ്പോൾ അത്തരത്തിൽ ടെക്നിക്കൽ സൈഡ്, അത് സെർവർ സൈഡാകാം, അത് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനാണ് ഈ ടെക്നിക്കൽ SEO എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള ഗോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മേക്ക് യുവർ വെബ്സൈറ്റ് ഈസിയർ ഫോർ സെർച്ച് എൻജിൻസ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് റാങ്ക്. നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരു സെർച്ച് എൻജിന് അതിൻ്റെ ബോട്ടിന് വന്ന് നമ്മുടെ വെബ്സൈറ്റ് പ്രോപ്പറായിട്ട് ക്രോൾ ചെയ്യാനും അത് ഇൻഡെക്സ് ചെയ്യാനും വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ വെബ്സൈറ്റിനെ പ്രോപ്പറായിട്ട് ടെക്നിക്കൽ സൈഡ് ഒപ്റ്റിമൈസ് ചെയ്യുക എന്നുള്ളതാണ് ടെക്നിക്കൽ SEO എന്നുള്ള സെക്ഷനിൽ വരുന്ന ഗോൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിൻ്റെ മെയിനായിട്ടുള്ള ഫോക്കസ് ഏരിയാസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവിടെ നമുക്ക് സൈറ്റ് സ്പീഡ് ഉണ്ട്, അതേപോലെ മൊബൈൽ ഫ്രണ്ട്ലിനെസ് ഉണ്ട്, ഇൻഡെക്സിങ് ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ക്ലിയർ ആക്കുന്നതുണ്ട്, അതേപോലെ ക്രോളബിലിറ്റീൻ്റെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ട്, അത് ക്ലിയർ ആക്കുന്ന സെക്ഷൻസ് വരുന്നുണ്ട്. അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ടും നമ്മുടെ അതേപോലെ സ്ട്രക്ചേർഡ് ഡാറ്റ ഉണ്ട്. ഇതൊക്കെയാണ് മെയിനായിട്ടും നമ്മുടെ ഈ ടെക്നിക്കൽ SEOയിൽ വരുന്ന കാര്യങ്ങൾ. ഈ പറയുന്ന ഏരിയാസൊക്കെ ആയിരിക്കും ടെക്നിക്കൽ സൈഡിൽ നമ്മൾ ക്ലിയർ ആക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഒപ്റ്റിമൈസ് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ, എന്തുകൊണ്ട് ടെക്നിക്കൽ SEO ഇമ്പോർട്ടൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കുറച്ച് മുന്നേ മെൻഷൻ ചെയ്ത പോലെ തന്നെ സെർച്ച് എഞ്ചിൻ വിസിബിലിറ്റി, അതായത് ഏത് സെർച്ച് എഞ്ചിൻ ആയിക്കോട്ടെ, ഗൂഗിൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ യാഹു ആയിക്കോട്ടെ, ബിങ് ആയിക്കോട്ടെ, ഏതൊരു സെർച്ച് എഞ്ചിൻ ആയാലും നമ്മുടെ വെബ്സൈറ്റിൽ വന്നത് എന്താ പറയുക, ആ ഒരു ക്രോൾ ചെയ്യാനും ഇൻഡെക്സ് ചെയ്യാനുമുള്ള ആ ഒരു വിസിബിലിറ്റി ഇമ്പ്രൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ടെക്നിക്കൽ SEO ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ബൂസ്റ്റ് യൂസർ എക്സ്പീരിയൻസ് ആൻഡ് ലോഡിംഗ് സ്പീഡ്. നമ്മുടെ വെബ്സൈറ്റ് അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ യൂസേഴ്സിന് വേണ്ടിയിട്ടാണ്, അതായത് നമ്മുടെ കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, നമ്മുടെ ക്ലയൻസിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിൽ നമ്മുടെ വെബ്സൈറ്റിലേക്ക് വരുന്ന ഒരാൾ ഫ്രണ്ട് എൻഡിൽ നോക്കുന്ന സമയത്ത് ആ ഒരു എക്സ്പീരിയൻസ് ബെറ്റർ അല്ലെങ്കിൽ ലോഡിംഗ് സ്പീഡൊക്കെ പ്രോപ്പർ അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു കൺവേർഷൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ലീഡിലേക്ക് എത്താൻ വേണ്ടി പറ്റത്തില്ല. അപ്പം അതിന് വേണ്ടിയിട്ടും നമ്മുടെ ഈ ടെക്നിക്കൽ സൈഡ് മസ്റ്റാണ്. എൻഷുവേഴ്സ് പ്രോപ്പർ ഇൻഡെക്സിങ് ഓഫ് കണ്ടൻറ്റ്, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ക്രോൾ ചെയ്യുന്ന വെബ്സൈറ്റ് പ്രോപ്പറായിട്ട് ഇൻഡെക്സ് ആവണമെങ്കിൽ ഇത് പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. പ്രിവെൻസ് ക്രിട്ടിക്കൽ ഇഷ്യൂസ് ലൈക്ക് ഡ്യൂപ്ലിക്കേറ്റ് കണ്ടൻറ്റ്, ബ്രോക്കൺ ലിങ്ക്സ് ആൻഡ് ക്രോൾ എറേഴ്സ്. ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് ഒഴിവാക്കാനായിട്ട് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് പേജസ് ഒഴിവാക്കാനായിട്ട്, ബ്രോക്കൺ ലിങ്ക്സ് നമുക്കറിയാം 301, 302 ടെമ്പററി പെർമനൻ്റ് ആയിട്ടുള്ള റിഡയറക്ഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്യണം. പിന്നെ അതേപോലെ ക്രോളേഴ്സ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ആക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനുള്ളിൽ ഇൻക്ലൂഡ് ആണ്. ഓക്കെ, സപ്പോർട്ട് ലോങ് ടേം SEO സക്സസ്. നമുക്കറിയാം SEO എന്ന് പറയുന്നത് തന്നെ ലോങ് ടേം ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ ലോങ് ടേം ആയിട്ടുള്ള ഒരു SEO സക്സസ്സിലേക്ക് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മൾ ടെക്നിക്കൽ SEO പ്രോപ്പറായിട്ട് ചെയ്തിരിക്കണം. ടെക്നിക്കൽ SEO ചെക്ക് ലിസ്റ്റ്, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു വീഡിയോയിലും ഒരു പോർഷൻ എന്ന് പറയുന്നത്. ഈ ഒരു ചെക്ക് ലിസ്റ്റ് മസ്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റാണ് നമ്മളിവിടെ വെച്ചിട്ടുള്ളൂ. ഇതല്ലാത്ത കുറച്ച് മെയിൻ പോയിൻറ്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെ എന്തെങ്കിലും പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് പറയാം. ഞാൻ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത കുറച്ച് പോയിൻറ്റ്സാണ് ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ XML സൈറ്റ് മാപ്പ് സബ്മിഷൻ. അതായത് നമുക്കറിയാം നമ്മുടെ വെബ്സൈറ്റിൽ എന്തെങ്കിലും ഒരു എഡിറ്റ് നമ്മൾ ചെയ്തു, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേറ്റ് നമ്മുടെ വെബ്സൈറ്റിൽ കൊണ്ടുവന്നു.
അപ്പോൾ അത്തരത്തിലുള്ളൊരു അപ്ഡേറ്റ് നമ്മൾ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇത് നമ്മൾക്ക് ഗൂഗിളിനെ അറിയിക്കണമെങ്കിൽ നമ്മുടെ സൈറ്റ് മാപ്പ് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അതായത് നമ്മുടെ സെർച്ച് കൺസോൾ വഴി, സെർച്ച് കൺസോൾ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെയാണ് കണക്ട് ചെയ്യുന്നതൊക്കെയുള്ളത് നമ്മൾ മുമ്പത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു വീഡിയോ, ലേറ്റസ്റ്റ് വീഡിയോ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. പ്രീവിയസ് വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ XML സൈറ്റ് മാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു, അത് സബ്മിറ്റ് ചെയ്യുന്നു. അത് ത്രൂ ആണ് നമുക്ക് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്ന അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഗൂഗിളിലേക്ക് എത്തിക്കാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ അതൊന്നാമത്തെ ഒരു പോയിൻ്റാണ് ടെക്നിക്കൽ SEOയിൽ. അതേപോലെ റോബോട്ട് ടെക്സ്റ്റ് ഒപ്റ്റിമൈസേഷൻ. നമുക്ക് റോബോട്ട് ടെക്സ്റ്റ് ഫയൽസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിപ്പോൾ വേർഡ്പ്രസ് സൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് എന്താ പറയുക, യോസ്റ്റ് അല്ലെങ്കിൽ റാങ്ക് മാത്തൊക്കെ പോലത്തെ പ്ലഗിൻസ് ഒക്കെ വെച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനിയിപ്പോൾ ഇതല്ല, നമുക്ക് കോഡഡ് സൈറ്റൊക്കെ ആണെങ്കിൽ നമുക്ക് റോബോട്ട് ടെക്സ്റ്റ് ഫയൽ ജനറേറ്റർ വെബ്സൈറ്റുകൾ ഒരുപാട് കിട്ടാനുണ്ട്. അപ്പോൾ ഏതെങ്കിലും ഒരു വെബ്സൈറ്റിൽ പോയിട്ട് നമ്മുടെ ഡൊമൈൻ നെയിം കൊടുത്ത് നമുക്ക് അവിടെ നിന്ന് റോബോട്ട് ടെക്സ്റ്റ് ഫയൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ എന്തിന് റോബോട്ട് ടെക്സ്റ്റ് ഫയൽ ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വെബ്സൈറ്റിലുള്ള ഏതെങ്കിലും ഒരു പേജസ് ക്രോളേഴ്സ് ഇൻഡെക്സ് ചെയ്യേണ്ട, അല്ലെങ്കിൽ ക്രോൾ ചെയ്യേണ്ട, ഇൻഡെക്സ് ചെയ്യേണ്ട, അങ്ങനെയുള്ള പേജസൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇ-കൊമേഴ്സ് സൈറ്റൊക്കെ ആണെങ്കിൽ അത് അവിടെ പേയ്മെൻറ്റ് സെക്ഷനൊക്കെ ഉണ്ടാവും. അതൊന്നും നമുക്ക് ക്രോൾ ചെയ്ത് ഇൻഡെക്സ് ചെയ്യേണ്ട കാര്യങ്ങളല്ല, അല്ലെങ്കിൽ റാങ്ക് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അപ്പോൾ അതൊക്കെ ക്രോൾ ചെയ്യേണ്ട എന്ന് നമുക്ക് മെൻഷൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനാണ് നമുക്ക് റോബോട്ട് ടെക്സ്റ്റ് ഫയൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതേപോലെ HTTPS ഇംപ്ലിമെൻറ്റേഷൻ. നമ്മുടെ വെബ്സൈറ്റിൻ്റെ സെക്യൂർ ആക്കുന്ന ഒരു മെയിൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് നമ്മുടെ HTTPS അല്ലെങ്കിൽ SSL സർട്ടിഫിക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളത്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിലെ കണ്ടൻറ്റും യൂസർ സൈറ്റിലേക്ക്, അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ നിന്ന് നോക്കുന്ന, അല്ലെങ്കിൽ ഫ്രണ്ട് എൻഡിൽ നിന്ന് നമ്മുടെ സൈറ്റ് ആക്സസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിലേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസിൽ നിന്ന് എൻക്രിപ്റ്റഡ് ആയിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന SSL നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ SSL ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്കറിയാം നമ്മുടെ വെബ്സൈറ്റിലൊരു ലോക്കിൻ്റെ ചിഹ്നം എനേബിൾ ആവും നമ്മുടെ ആ ഒരു URL-ൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതാണ് HTTPS കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു സൈഡ് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ പറഞ്ഞാൽ മതി. ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ കമൻ്റ് ആയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രാക്ടിക്കൽ സെഷൻ ചെയ്യണം എന്നുള്ളത്. ഞാൻ പ്രാക്ടിക്കൽ സെഷൻ ചെയ്യും എന്തായാലും. അപ്പം ആദ്യമേ തന്നെ ഞാൻ ഈ തിയറി സെക്ഷൻ ഒന്ന് കംപ്ലീറ്റ് ആക്കിയിട്ട് പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോകാമെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. കാരണം നമ്മൾ എന്തൊരു കാര്യം പഠിക്കുകയാണെങ്കിലും അങ്ങനെയാണല്ലോ, ആദ്യം ഒരു തിയറി സെക്ഷൻ പറഞ്ഞു കഴിഞ്ഞ് നമ്മൾ ആ പ്രാക്ടിക്കലിലേക്ക് പോകുമ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. അല്ലാത്ത പക്ഷം ഞാനത് ഡയറക്റ്റ് പ്രാക്ടിക്കലിലേക്ക് പോയി കഴിഞ്ഞാൽ പല സമയത്തും ഏതെങ്കിലുമൊക്കെ ഏരിയ പറയുന്ന സമയത്ത് എനിക്കൊരു കംപ്ലീഷൻ അല്ലെങ്കിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാതെ വരും. അല്ലെങ്കിൽ എനിക്ക് പറയാം, ഈ ഒരു കാര്യം ഞാൻ തിയറി ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലോ എന്നൊക്കെ എനിക്ക് മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു വീഡിയോ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പക്ഷേ അല്ലാത്ത പക്ഷം എനിക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഞാൻ മെയിനായിട്ടും നമ്മുടെ വീഡിയോസ് ബേസിക് ആയിട്ടുള്ള, അല്ലെങ്കിൽ SEO പഠിക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അഡ്വാൻസ്ഡ് ലെവലായിട്ടുള്ള വീഡിയോസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മൾ സെപ്പറേറ്റ് തന്നെ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ പറയും. ഓക്കെ, അപ്പം അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് വെബ്സൈറ്റ് സ്പീഡ് ഒപ്റ്റിമൈസേഷനാണ്. അതായത് പ്രോപ്പറായിട്ട് ഒരാൾ നമ്മുടെ വെബ്സൈറ്റ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റായിട്ടുള്ള ഒരു അണ്ടർ 2.5 സെക്കൻഡിനുള്ളിൽ തന്നെ അത് ലോഡായിട്ട് കിട്ടണം എന്നാണ് എപ്പോഴും ഒരു ഐഡിയൽ ടൈം പറയാറ്. മാക്സിമം പോയ 3 സെക്കൻഡ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ലോഡ് ചെയ്ത് കിട്ടുന്ന സമയത്ത് പ്രോപ്പറായിട്ടുള്ള ഒരു റാങ്കിങ്ങിലേക്കൊക്കെ എത്താനായിട്ടുള്ളത് സഹായകമാകാറുണ്ട്. ഓക്കെ, അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം മെയിനായിട്ടും കോർ വെബ് വൈറ്റൽസ് ആണ്. അതായത് LCP, FID, CLS എന്ന് പറഞ്ഞാൽ ക്യുമുലേറ്റീവ് ലേഔട്ട് ഷിഫ്റ്റ്, FID എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇൻപുട്ട് ഡിലേ, അതേപോലെ LCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ്ങസ്റ്റ് കണ്ടൻറ്റ്. സോറി, അത് കറക്റ്റായിട്ട് എനിക്ക് ഓർമ്മയില്ല, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്തേക്കാം. അതായത് ഇത്രേ ഉള്ളൂ. നമ്മുടെ LCP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഉള്ള മേജറായിട്ടുള്ള, അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് പാർട്ട്, നമ്മുടെ വെബ്സൈറ്റിലൊരു പേജിലുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് പാർട്ട് ലോഡാകാൻ എടുക്കുന്ന ടൈമാണ് LCP എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ FID എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇൻപുട്ട് ഡിലേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വെബ്സൈറ്റിൽ ഇപ്പോൾ ഒരു ബട്ടൺ ഉണ്ടെന്ന് വിചാരിക്കുക. ആ ഒരു ബട്ടണിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് ആ ഒരു ആക്ഷൻ നടക്കാൻ എടുക്കുന്ന ടൈം, അതാണ് ഫസ്റ്റ് ഇൻപുട്ട് ഡിലേ എന്ന് പറയുന്നത്. അതേപോലെ CLS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യുമുലേറ്റീവ് ലേഔട്ട് ഷിഫ്റ്റ്. അതിൻ്റെ ആ ഒരു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ വെബ്സൈറ്റിൽ ഒരു ബട്ടൺ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് അത് പെട്ടെന്ന് മൂവായി പോവുക, അല്ലെങ്കിൽ എന്താ പറയുക, വേറൊരു പോർഷൻ വന്ന് അതിന് മുകളിലേക്ക് ഓവർലാപ്പ് ചെയ്യുക, അങ്ങനെയുള്ള മൂവിങ് സംതിങ് ലൈക്ക് ദാറ്റ്, ആ ഒരു രീതിയിലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നതാണ് ഈ പറയുന്ന കോർ വെബ് വൈറ്റൽസിൽ ഈ LCP, FID, CLS എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഈ പറയുന്ന കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യുക, മാക്സിമം വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡ് പ്രോപ്പറായിട്ട് നിലനിർത്തുക എന്നുള്ളതാണ്. അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു കാര്യം. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫ്രണ്ട്ലിനെസ്. നമുക്കറിയാം, നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്നതിലൊന്നാണ് മൊബൈൽ ഫ്രണ്ട്ലിനെസ്. അതായത് നമുക്കറിയാം, പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും ആളുകൾ ലാപ്ടോപ്പ് വഴിയൊക്കെയായിരുന്നു ഇൻ്റർനെറ്റ് യൂസ് ചെയ്തിരുന്നതൊക്കെ. പക്ഷേ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു 75% നോക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ 80% എന്ന് വേണം നമുക്ക് പറയാം,
ആളുകൾ യൂസ് ചെയ്യുന്നത് ഒരു എന്താ പറയുക ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുന്നതൊക്കെ തന്നെ മൊബൈൽ ത്രൂ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മൊബൈൽ ഫ്രണ്ട്ലിനെസ് അത്രയും മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ഗൂഗിളിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അൽഗോരിതം അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ മൊബൈൽ ഫ്രണ്ട്ലിനെസ് എത്രത്തോളം ഉണ്ടോ അതിനെ ബേസ് ചെയ്തിട്ടാണ് പലപ്പോഴും നമ്മുടെ വെബ്സൈറ്റിൻ്റെ റാങ്കിങ് കൂടുന്നതും കുറയുന്നതും ഒക്കെ. അപ്പോൾ അത് നമ്മൾ മസ്റ്റായിട്ടും നോക്കുക എന്നുള്ളതാണ്. പിന്നെയുള്ള ഒന്നാണ് ഫിക്സ് ക്രോൾ എറേഴ്സ്. നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ക്രോളിങ്ങിന് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, എന്തെങ്കിലും അതിപ്പോൾ സെർവർ സൈഡിൽ എറർ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചിലപ്പം ബ്രോക്കൺ ലിങ്ക്സ് അങ്ങനെ ആവാം. പല കാരണങ്ങൾ കൊണ്ടും ഇതുപോലെ ക്രോളിങ്ങിൽ എറേഴ്സ് വരാറുണ്ട്. അത് നമുക്ക് സെർച്ച് കൺസോൾ ത്രൂ നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി പറ്റും എന്താണ് അതിന് ഈ പറയുന്ന ക്രോള് ആവാത്തതിൻ്റെ കാരണം. ചിലപ്പോൾ അത് നമ്മൾ മുൻപ് പറഞ്ഞ റോബോട്ടിക്സ് ഫയൽ ഇട്ട് അറിയാതെയൊക്കെ ആയിപ്പോയതിൻ്റെ കാരണങ്ങൾ കൊണ്ടും ആകാം. അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അത് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അത് നമുക്ക് സെർച്ച് കൺസോൾ വഴി നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് കനോണിക്കൽ ടാഗ്സ്. കനോണിക്കൽ ടാഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒരു ടാഗാണ്. നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ എന്താ പറയുക സെർച്ച് എഞ്ചിനോട്, അല്ലെങ്കിൽ നമ്മുടെ ഏതാണ് ഗൂഗിളാണെങ്കിൽ ഗൂഗിൾ നമ്മൾ പറയാണ് ഇതാണ് നമ്മുടെ ഒറിജിനൽ പേജ്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ നമുക്ക് HTTP നമ്മുടെ ഡൊമെയിനുണ്ട്, HTTPS നമ്മുടെ ഡൊമെയിനുണ്ട്, www നമ്മുടെ ഡൊമെയിനുണ്ട്. അപ്പം ഇതിൽ ഈ മൂന്നെണ്ണത്തിൽ ഏത് പേജാണ് ഇൻഡെക്സ് ചെയ്യേണ്ടത്, ഏതാണ് നമ്മുടെ ഒറിജിനൽ പേജ് എന്ന് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് ഈ കനോണിക്കൽ ടാഗ് വെച്ചിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ ഉള്ള ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള കണ്ടൻറ്റ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. പിന്നെ സ്ട്രക്ചേർഡ് ഡാറ്റ അല്ലെങ്കിൽ സ്കീമ മാർക്കപ്പ്. നമുക്കത് ടെക്നിക്കൽ SEO ടൂൾസ് എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ പോയി നമുക്ക് ഈ പറയുന്ന സ്കീമ മാർക്കപ്പ് അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ഡാറ്റ നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹോം പേജ്, ആ ഹോം പേജിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമ്മുടെ ക്രോളേഴ്സിന് മനസ്സിലാക്കാനായിട്ടും ഇൻഡെക്സ് ചെയ്യാനായിട്ടും പറ്റും. അതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ നമ്മുടെ സെർച്ച് ചെയ്യുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരാളിപ്പം അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസിപ്പി സെർച്ച് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. അപ്പോൾ ആ റെസിപ്പി നമുക്ക് കറക്റ്റായിട്ട് ഈ പറയുന്ന സ്കീമ മാർക്കപ്പൊക്കെ യൂസ് ചെയ്ത് നമുക്കത് സ്ട്രക്ചേർഡ് ഡാറ്റ ത്രൂ നമുക്ക് ഫ്രണ്ടിലേക്ക് അല്ലെങ്കിൽ സെർച്ച് റിസൾട്ട് പേജിലേക്ക് നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റും. നമ്മുടെ റേറ്റിംഗ് ആയിക്കോട്ടെ. അപ്പോൾ ഈ റേറ്റിംഗ് ഒക്കെ ചില സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങൾ സെർച്ച് ചെയ്യുന്ന സമയത്തൊക്കെ ഫ്രണ്ട് എൻഡിൽ ഈ പറയുന്ന നമ്മുടെ റിസൾട്ട് പേജിൽ തന്നെ സ്റ്റാർ ഐക്കൺസ് ഒക്കെ വെച്ചിട്ട് നമ്മുടെ റേറ്റിംഗ് ഫ്രണ്ടിലേക്ക് ഷോ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന സ്കീമ മാർക്കപ്പ് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നതാണ്. കുറേ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു കണ്ടൻറ്റ് മനസ്സിലാക്കാനായിട്ട് നമ്മുടെ സെർച്ച് എഞ്ചിൻസിനും അതേപോലെ തന്നെ കാണുന്ന യൂസേഴ്സിനും പറ്റും. അത് നമ്മുടെ SEOനെ നല്ല രീതിയിൽ ഹെൽപ്ഫുൾ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. അത് നമുക്ക് ടെക്നിക്കൽ SEOയിൽ വരുന്ന മെയിനായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ വരുന്നത് ഈ പ്രോപ്പർ URL സ്ട്രക്ചർ. അതായത് നമുക്കറിയാം, നമുക്ക് വെബ്സൈറ്റ് ചെയ്യുന്ന സമയത്ത് ചില സമയത്തൊക്കെ നമ്മുടെ URL പേജ് ID എന്നൊക്കെ പറഞ്ഞ് കുറേ നമ്പറും കാര്യങ്ങളൊക്കെ ആയിട്ട് കിടക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഒഴിവാക്കിയിട്ട് പ്രോപ്പറായിട്ടുള്ള ഒരു ഷോർട്ടായിട്ടുള്ള URL ഫോർമാറ്റ് ഞങ്ങൾ യൂസ് ചെയ്യാം. മാക്സിമം നമ്മുടെ എന്താണോ നമ്മുടെ കീവേഡ്, നമ്മൾ ഉദ്ദേശിക്കുന്ന പേജിലുള്ള മെയിൻ ടാർഗറ്റഡ് കീവേഡ് ഏതാണോ ആ ഒരു കീവേഡ് വെച്ചിട്ട് തന്നെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന URL ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ അതും SEOയ്ക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. അതേപോലെ തന്നെ അത് നമ്മുടെ വെബ്സൈറ്റ് ഇൻഡെക്സ് ചെയ്യാനായിട്ട് അത് ഉപകാരപ്പെടുന്നതായിരിക്കും. അതേപോലെ തന്നെ ഇൻറ്റേർണൽ ലിങ്കിങ്. നമ്മുടെ വെബ്സൈറ്റിനുള്ളിലെ പേജസ് അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ലിങ്കിങ് ചെയ്യുന്ന ഒരു എന്താ പറയുക ഫോർമാറ്റാണ്, അല്ലെങ്കിൽ ഒരു സെക്ഷനാണ് ഈ പറയുന്ന ഇൻറ്റേർണൽ ലിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓവറോൾ വെബ്സൈറ്റിൻ്റെ സ്ട്രക്ചർ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആകും. അതേപോലെ തന്നെ ലിങ്ക് ചൂസ്, അതായത് ഇപ്പം ഞാൻ ഉദാഹരണം പറയാം, എൻ്റെ ഹോം പേജിന് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഡൊമെയിൻ അതോറിറ്റി അല്ലെങ്കിൽ പേജ് അതോറിറ്റി ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ എൻ്റെ ഹോം പേജും എൻ്റെ ഒരു അത്യാവശ്യം ഒരു പുതിയ പേജാണ്, അതിലത്യാവശ്യം എന്താ പറയുക കണ്ടൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ക്ലിക്സ് അങ്ങനെ വരാറില്ല, അല്ലെങ്കിൽ ഒരു വിസിബിലിറ്റി പ്രോപ്പറായിട്ടില്ല. അപ്പോൾ ഞാനിത് എൻ്റെ ഹോം പേജും അതേപോലെ ഈ പറയുന്ന പുതിയ പേജുമായിട്ട് നമ്മൾ ക്രോസ് ലിങ്ക് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇൻറ്റേർണൽ ലിങ്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ പറയുന്ന ഹോം പേജിൻ്റെ ആ ഒരു SEO വാല്യൂ ഈ ഒരു പുതിയ പേജുമായിട്ട് അവിടെ ലിങ്ക് യൂസ് ചെയ്യപ്പെടുകയാണ്, അല്ലെങ്കിൽ എന്താ പറയുക അവിടെ ഒരു ഷെയറിങ് SEO വാല്യൂ ഷെയറിങ് നടക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു കാര്യം നടക്കാനായിട്ട് ഈ പറയുന്ന ഇൻറ്റേർണൽ ലിങ്കിങ് സഹായകമാകും. ഓക്കെ, അപ്പോൾ അതാണ് ഇൻറ്റേർണൽ ലിങ്കിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തത് റീഡയറക്ട്സ് ആണ്. നമുക്കറിയാം പെർമനൻറ്റ് റീഡയറക്ട്സ് ഉണ്ട്, അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടുള്ള റീഡയറക്ട്സ് ഉണ്ട്. അപ്പോൾ 301 302 നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം. 301 നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ നമ്മുടെ SEO വാല്യൂ അവിടെ ഷെയർ ആക്കപ്പെടും. 302 നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ടെമ്പററി ആണ്. അപ്പോൾ പെർമനൻറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ SEO വാല്യൂ ഷെയർ ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് ശ്രദ്ധിച്ചിട്ട് ഏതാണോ വേണ്ടെന്നുള്ളത് നമുക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഓക്കെ, അടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബ്രോക്കൺ ലിങ്ക് ഫിക്സ് ആണ്. അതായത് ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് റീച്ച് ആവാതിരിക്കുക, ആ ഡെസ്റ്റിനേഷൻ പേജിലേക്ക് റീച്ച് ആവാത്ത കേസുകൾ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ലിങ്കുകളാണ് ബ്രോക്കൺ ലിങ്ക് എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളതൊക്കെ ഫിക്സ് ചെയ്തിട്ട് പ്രോപ്പറായിട്ട് ആ ലിങ്കുകൾ എങ്ങോട്ടാണോ റീഡയറക്റ്റ് ചെയ്യേണ്ടത് അങ്ങോട്ടുള്ളത് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ടും നമ്മുടെ ഈ പറയുന്ന ടെക്നിക്കൽ SEO ചെക്ക് ലിസ്റ്റിൽ വരുന്ന പോയിൻറ്റ്സ് എന്ന് പറയുന്നത്. ഇതല്ലാതെ ഏതെങ്കിലുമൊക്കെ പോയിൻറ്റ് ഞാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റിൽ പറയാം.
ഓക്കെ, എനിക്കറിയാം ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോയത്. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് അതിൻ്റെ തിയറി സെക്ഷനാണ് പറഞ്ഞു പോകുന്നത്. നമുക്ക് ഭാവിയിൽ ഇതിൻ്റെ ഓരോ പ്രാക്ടിക്കൽ സെഷനും നമുക്ക് ചെയ്യാം. സമയത്തിൻ്റെ ഒരു പരിമിതി കൊണ്ടാണ് പലപ്പോഴും വീഡിയോ ലേറ്റ് ആവുന്നത്. കാരണം നമുക്ക് വർക്കിൻ്റെ കൂട്ടത്തിൽ വീഡിയോയും കൂടെ ചെയ്യാനുള്ളൊരു ടൈമൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഡിലേ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ടൂൾസ്, അതായത് ഈ ടെക്നിക്കൽ SEO നമുക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ടെക്നിക്കൽ SEO നമുക്ക് ഓഡിറ്റ് ചെയ്യാനായിക്കോട്ടെ, അതിൽ പ്രോപ്പറായിട്ട് പല കാര്യങ്ങൾ ചെയ്യാനായിക്കോട്ടെ, നമുക്ക് ഒരുപാട് ടൂൾസ് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഓരോ ടൂൾസ് നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ സെർച്ച് കൺസോൾ, നമ്മൾ വീഡിയോ മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു എങ്ങനെ സെർച്ച് കൺസോൾ ക്രിയേറ്റ് ചെയ്യാം, കണക്ട് ചെയ്യാം എന്നുള്ളതൊക്കെ. കാണാത്തവർ ഒന്ന് പോയി കാണുക. അപ്പം സെർച്ച് കൺസോൾ വഴി നമുക്ക് സൈറ്റ് മാപ്പ് നമുക്ക് സബ്മിറ്റ് ചെയ്യാം. അതേപോലെ ക്രോളേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാം, ഇൻഡെക്സ് ആവാത്ത പേജസ് നമുക്ക് കണ്ടുപിടിക്കാം, അങ്ങനെയുള്ള ഒരുപാട്. അതേപോലെ ബാക്ക് ലിങ്ക്സിൻ്റെ ഒരു ഓവറോൾ പെർഫോമൻസ് എങ്ങനെയാണ്, എവിടെയൊക്കെ നമുക്ക് ബാക്ക് ലിങ്ക്സ് ഉണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കേണ്ടി പറ്റും. ഇൻറ്റേർണൽ ലിങ്ക്സ് നമുക്ക് കണ്ടുപിടിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സെറ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് ആണ്. അതായത് നമുക്ക് പേജ് സ്പീഡിനെ പറ്റി അറിയാം. അതേപോലെ LCP, FID ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടുപിടിക്കാനും എത്രത്തോളം ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ നമുക്ക് കണ്ടുപിടിച്ച് ക്ലിയർ ആക്കാനും പറ്റും. സ്ക്രീമിംഗ് ഫ്രോ, അതൊരു തേർഡ് പാർട്ടി ടൂളാണ്. നമുക്കത് അത്യാവശ്യം നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ടൂളാണ് സ്ക്രീമിംഗ് ഫ്രോ എന്ന് പറയുന്നത്. നമുക്ക് സൈറ്റ് ഓഡിറ്റ് ചെയ്യാനായിക്കോട്ടെ, ഈ പറയുന്ന ടെക്നിക്കൽ SEO ആയിക്കോട്ടെ, ഓൺ പേജ് SEO ഒക്കെ ആയിക്കോട്ടെ, നമുക്കിത് പ്രോപ്പറായിട്ടുള്ള ഒരു ഓഡിറ്റ് നടത്താനും എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാനൊക്കെ നമുക്ക് പറ്റും. ഓക്കെ, പിന്നെ Ahref സംരക്ഷണം നിങ്ങൾക്ക് അറിയാവുന്ന ടൂൾസൊക്കെ തന്നെയാണ്. Ahref സംരക്ഷയൊക്കെ അത് നമുക്ക് ഈ പറയുന്ന സൈറ്റ് ഓഡിറ്റിനും ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. GTmetrix എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് പോലെ തന്നെ ഗൂഗിൾ നമുക്ക് ലോഡിംഗ് സ്പീഡും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ടും വേണ്ടുന്ന എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെന്നൊക്കെ കണ്ടുപിടിച്ച് ക്ലിയർ ആക്കാനായിട്ടും യൂസ്ഫുൾ ആകുന്ന ടൂളാണ് GTmetrix. പിന്നെ Yoast SEO റാങ്ക് മെത്തൊക്കെ നമ്മൾ വേർഡ്പ്രസ് യൂസ് ചെയ്യുന്ന പ്ലഗിൻസാണ്, SEO പ്ലഗിൻസാണ്, അറിയായിരിക്കും. Schema.org വാലിഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കീമ മാർക്കപ്പ് നമുക്ക് വാലിഡേറ്റ് ചെയ്യാനും അതിൻ്റെ ഒപ്റ്റിമൈസേഷനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൂളാണ് Schema.org എന്ന് പറയുന്നത്. ഓക്കെ, മൊബൈൽ ഫ്രണ്ട്ലി ടെസ്റ്റ് ടൂൾ എന്ന് പറഞ്ഞാൽ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ എത്രത്തോളം മൊബൈൽ ഫ്രണ്ട്ലി ആണെന്നുള്ളത് കണ്ടുപിടിക്കാനും അതിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും എന്താ പറയുക, യൂസർ എക്സ്പീരിയൻസ് സൈഡിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ, ലേഔട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, ടെക്സ്റ്റിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ടൂൾസ്, ഇതല്ലാതെ ഒരുപാട് ടൂൾസ് വേറെ ഉണ്ട്. കോമൺ ആയിട്ട് അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള കുറച്ച് ടൂൾസാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിട്ടിരിക്കുന്നത്. ഇതല്ലാതെ ഏതെങ്കിലും ടൂൾസ് നിങ്ങളുടെ എന്താ പറയുക ഇഷ്ട ടൂൾസ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അറിയത്തില്ലാത്തവർക്ക് അതൊരു ഉപകാരമായിരിക്കും. പിന്നെ ടെക്നിക്കൽ SEO ഇൻ 2025, അതായത് ഇന്ന് 2025 നമ്മുടെ ടെക്നിക്കൽ SEO എവിടേക്ക് നിൽക്കുന്നു, അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കാതെ വിട്ടുപോയ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ AI ഇൻ SEO ഓഡിറ്റിംഗ്. അതായത് നമുക്കറിയാം ഇന്ന് നമുക്ക് ഒരു SEO പ്രോപ്പറായിട്ട് ഓഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരുപാട് AI ടൂൾസിൻ്റെ സഹായത്തോടെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ സ്ക്രീമിംഗ് ഫ്രോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരുപാട് ടൂൾസ് നമുക്ക് AI യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ChatGPTയിലൊക്കെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ ഒരു ലിങ്ക് കൊടുത്തിട്ട് നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ChatGPT വഴി നമുക്ക് കിട്ടും. എങ്ങനെ ഒരു ടൈറ്റിൽ കൊടുക്കാം, ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ChatGPT വഴി കിട്ടും. ഓക്കെ, അപ്പോൾ അതുപോലെ റാങ്ക് മറ്റ് യോസ്റ്റൊക്കെ നമുക്കിപ്പം നിലവിൽ AI സപ്പോർട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഓഡിറ്റിംഗ് നമുക്ക് കുറച്ചുകൂടെ നല്ല രീതിയിൽ സ്മാർട്ടായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ഒരു സിറ്റുവേഷനിൽ ഇന്ന് എത്തിയിട്ടുണ്ട്. മൊബൈൽ ഫസ്റ്റ് ഇൻഡെക്സിങ് നൗ ഫുള്ളി റോൾഡ് ഔട്ട്. അതായത് ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊബൈൽ ഫ്രണ്ട്ലി ഇൻഡെക്സിങ് അല്ലെങ്കിൽ മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള വെബ്സൈറ്റുകളായി ഗൂഗിളിൽ നിന്ന് നിലവിൽ റാങ്ക് ചെയ്യുന്നുള്ളൂ എന്ന് തന്നെ വേണം പറയാം. കാരണം പ്രോപ്പറായിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നല്ല രീതിയിൽ ലോഡാവുകയും നല്ല രീതിയിൽ പറയുന്ന ലേഔട്ടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്ന വെബ്സൈറ്റുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കമ്പാരിറ്റീവ്ലി റാങ്കിങ്ങിൽ നല്ല രീതിയിലുള്ള ചേഞ്ചസ് കാണാറുണ്ട്. ചില സമയങ്ങളിൽ എന്താ പറയുക, ഡെസ്ക്ടോപ്പിൽ നല്ല രീതിയിൽ റാങ്കിങ്ങിനുള്ള ഒരു വെബ്സൈറ്റ് പല സമയങ്ങളിലും മൊബൈൽ വ്യൂവിൽ റാങ്കിങ് പുറകോട്ടായിട്ട് നിൽക്കുന്നത് കാണാറുണ്ട്. അതിൻ്റെ ഒരു ഇഷ്യൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന മൊബൈൽ ഫ്രണ്ട്ലി ഇഷ്യൂ തന്നെയാണ്. പ്രോപ്പറായിട്ട് മൊബൈൽ ഫ്രണ്ട്ലി ആയിട്ട് സെറ്റ് ചെയ്യാത്തതിൻ്റെ കാരണം കൊണ്ടാണ് അത്തരത്തിൽ വരാറുള്ളത്. അപ്പോൾ അത് നമുക്ക് ശ്രദ്ധിക്കാവുന്നതാണ്. പിന്നെയുള്ളത് പേജ് എക്സ്പീരിയൻസ് സിഗ്നൽസ് ആണ്, കോർ വെബ് വൈറ്റൽസ്. നമ്മൾ പേജ് സ്പീഡ് ഇൻസൈറ്റ്സ് ഒക്കെ പോലുള്ള ടൂൾസ് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ പറയുന്ന LCP, FIDL ഒക്കെ ശ്രദ്ധിക്കുക. വെബ്സൈറ്റിൻ്റെ ഓവറോൾ ഒരു എക്സ്പീരിയൻസ്, യൂസർ എക്സ്പീരിയൻസ് സെറ്റായിട്ട് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് അത് SEOയ്ക്ക് നല്ല രീതിയിലുള്ള ഒരു ഗുണം ചെയ്യുമെന്നുള്ളതാണ്. പിന്നെ സെർവർ സൈഡ് റെൻഡറിങ്, SSR, അതായത് ഈ പറയുന്ന ജാവാസ്ക്രിപ്റ്റ് ഹെവി ഫയൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിൻ്റെ ലോഡിംഗ് സ്പീഡിന് നമുക്ക് നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ടും അത് ത്രൂ നമുക്ക് SEOയുടെ റാങ്കിങ്ങിലുള്ള മാറ്റം കണ്ടറിയാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ ക്രോൾ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ എന്തുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്പീഡിലാണ് പറഞ്ഞു പോകുന്നത്, എനിക്കറിയാം. ഒന്നാമത്തെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്ത്ത് വരും ഈ കാര്യങ്ങൾ ബേസായിട്ട് പറഞ്ഞു പോകുന്ന സമയത്ത്. അപ്പോൾ ജസ്റ്റ് തിയറി നമ്മൾ പറഞ്ഞു പോയിട്ട് ഫ്യൂച്ചറിൽ നമുക്ക് എന്താണ്
ഇതെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചോദിച്ച് നമുക്ക് ക്ലാസ് എടുത്ത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പം ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഈ വീഡിയോ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഇപ്പോൾ നിങ്ങളിപ്പോൾ ഇത് പഠിക്കുന്ന ഒരാളായിക്കോട്ടെ, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പഠിക്കുന്ന ആളാവാം, അല്ലെങ്കിൽ യൂട്യൂബ് വഴി പഠിക്കുന്ന ആളാവാം. ഇതിൽ നിന്ന് മനസ്സിലാവാത്ത എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം ഡയറക്റ്റായിട്ട് നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള സാറിനോടായിക്കോട്ടെ, അല്ലെങ്കിൽ ഡയറക്റ്റ് യൂട്യൂബിൽ തന്നെ സെർച്ച് ചെയ്തിട്ടോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ നമ്മൾ ലാസ്റ്റ് പറഞ്ഞത് SSR. ഇനി അത് കഴിഞ്ഞ് ക്രോൾ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മുടെ ഗൂഗിളിലേക്ക് നമ്മുടെ ഒരു വെബ്സൈറ്റ് നമ്മൾ സൈറ്റ് മാപ്പ് ത്രൂ സബ്മിറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് പേജുകളുണ്ടെങ്കിൽ ഈ പേജ് നമുക്ക് ആവശ്യമുള്ള പേജ് ഏതൊക്കെയാണ്, ആവശ്യമില്ലാത്ത പേജസ് ഏതൊക്കെയാണെന്നുള്ളത് കണ്ടുപിടിക്കുക. അതേപോലെ ആവശ്യമില്ലാത്ത പേജുകൾ റിമൂവ് ചെയ്യുക. അത്തരത്തിൽ റിമൂവ് ചെയ്യുന്നതിനാണ് നമ്മൾ ഈ ക്രോൾ ബഡ്ജറ്റ് ഒപ്റ്റിമൈസേഷൻ എന്ന് പറയാം. അങ്ങനെ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള പേജുകളുണ്ടാകും, അത് ഒഴിവാക്കുക. അതുപോലെ അൺവാണ്ടഡ് ആയിട്ടുള്ള പേജുകൾ ഒക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് കറക്റ്റായിട്ടുള്ള ആ ഒരു പേജസ് മാത്രം നമ്മൾ മാക്സിമം സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഒരുപാട് പേജസ് വന്നു കഴിഞ്ഞാൽ പല പേജസ് ഇൻഡെക്സ് ആവാതെ വരുന്ന കേസുകളൊക്കെ നിലവിൽ വരാറുണ്ട്. ഓക്കെ, അതേപോലെ ഓർഫൺ പേജസ് ഒക്കെ ഒഴിവാക്കിയിട്ട് മാക്സിമം എല്ലാ പേജുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്നർ ലിങ്ക് ചെയ്യുക, പരമാവധി നല്ല നല്ല ബാക്ക് ലിങ്ക്സ് ബിൽഡ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അടുത്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻഹാൻസ്ഡ് സ്കീമ ഇൻറ്റഗ്രേഷനാണ്. നമ്മൾ പ്രോപ്പറായിട്ടുള്ള ഒരു സ്കീമ ഇൻറ്റഗ്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ ഒന്നാമത്തെ കാര്യം വിഷ്വൽ സെർച്ച്. അതായത് നമ്മൾ ഈ ഗൂഗിൾ ലെൻസൊക്കെ യൂസ് ചെയ്ത് നമ്മൾ ഒരാൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റ് കുറച്ചുകൂടി ടോപ്പിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് അവിടെ. ഈ വിഷ്വൽ സെർച്ചിൽ നമുക്ക് ഉപകാരപ്പെടും. അതേപോലെ AI സെർച്ച്, അത് നമുക്കറിയാം ChatGPT, ജെമിനി അല്ലെങ്കിൽ ഡീപ്സീക്കൊക്കെ പോലത്തെ ഒരുപാട് ടൂൾസ് നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ ഇത്തരത്തിലുള്ള AI സെർച്ചിൽ നമ്മുടെ വെബ്സൈറ്റ് ടോപ്പിലേക്ക് വരണമെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ആ ഒരു സ്കീമ ഇൻറ്റഗ്രേഷനും വെബ്സൈറ്റ് നമ്മുടെ ആ ലാംഗ്വേജും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് നമ്മൾ സെറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടെക്നിക്കൽ SEOയിൽ നിലവിൽ 2025 വന്നിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഏകദേശം ഒരു ഐഡിയ അല്ലെങ്കിൽ ഒരു ധാരണ കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്കറിയാം ഞാൻ സ്പീഡിലാണ് പറഞ്ഞു പോയത്, ഞാനിതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻ കാണിച്ചിട്ടില്ല. ഇപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ലെങ്ത് ആയിട്ടുണ്ട് വീഡിയോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത് മാത്രമേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. ഇതിൽ ഏതെങ്കിലും കാര്യം മനസ്സിലാകാത്തതുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമൻറ്റായിട്ട് പറയാം. ഞാൻ ഇതിൻ്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാം. ഫ്യൂച്ചറിൽ നമ്മൾ എന്തായാലും ഇതിൻ്റെ പ്രാക്ടിക്കൽ സെഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ കുറച്ച് പേര് കമൻറ്റായിട്ട് മെസ്സേജ് അയച്ചും ചോദിച്ചിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഈ ചെയ്യുന്ന PPT അല്ലെങ്കിൽ PDF അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുമോ, അവർക്ക് അത് സ്റ്റഡി മെറ്റീരിയലായിട്ട് യൂസ് ചെയ്യാനാണെന്നൊക്കെ. ഞാനത് ജസ്റ്റ് വീഡിയോ ചെയ്യാനായിട്ട് ജസ്റ്റ് ഒരു PPT പോലെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് വീഡിയോ ചെയ്യുന്ന സമയത്ത് എല്ലാ പോയിൻറ്റ്സും വിട്ടു പോകാതെ പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു PDF പോലെ PPT പോലെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇത് വേണം എന്ന് നിർബന്ധമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ഇടുകയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒരു ലിങ്കോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അത് ഞാൻ സെറ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും SEO സർവീസസ് അല്ലെങ്കിൽ SEO റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ നമ്പറിൽ. ഓക്കെ, ചെറിയ ചെറിയ ഡൗട്ട്സൊക്കെ ആണെങ്കിൽ മാക്സിമം യൂട്യൂബ് തന്നെ നോക്കുക. യൂട്യൂബ് അല്ലെങ്കിൽ മറ്റേതെങ്കിലും പ്ലാറ്റ്ഫോംസൊക്കെ നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക, ശ്രമിക്കുക. ഓക്കെ, ഒരുപാട് കോഴ്സ് വരുന്നുണ്ടായിരുന്നു. ഒത്തിരി പേര് ഡൗട്ട്സ് ചോദിച്ചിട്ടാണെങ്കിലും അതേപോലെ SEO സർവീസിനായിട്ടാണെങ്കിലും ഒക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം എന്താ പറയുക, ഡൗട്ട്സൊക്കെ ആണെങ്കിൽ നമുക്ക് യൂട്യൂബ് ത്രൂ തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ തന്നെ ശ്രമിക്കുക. അല്ലാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് ത്രൂ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സമയമുള്ളപ്പോഴൊക്കെ ഞാൻ റിപ്ലൈ കൊടുക്കുന്നതാണ്. ഓക്കെ, അതേപോലെ SEO സർവീസസ് ക്വയറീസ് ഉണ്ടെങ്കിൽ അതിനും നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു.